Students, welcome to the 8th session and the final session of our first module in this particular subject. So this is a continuation of the previous session in which we have discussed the friction, or the bearing friction, and now we move to a slider climb mechanism where another type of friction, that is sliding friction, is also coming into action. So how to deal with this particular type of friction? So students, this is a question actually the values of these links are given as the crank is OA is some 300 mm and connecting rod AB is some 1.25 meter. So it will be very difficult to draw for you guys, right? So you don't worry about this particular problem. You will be given some small values only so that you can draw by scaling the particular coefficient of friction mu between slider. Mu slider is some 0.07. This angle is also given theta some 50 degree. Okay. So this is 1.25 meter. This is 0.3 meter. So you have to scale it suitably. We just try to understand the method. Okay. നിങ്ങൾ മെത്തേഡ് പ്രോപ്പറായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ബാക്കി സ്കെയിലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതാണ് സംഭവം. OA 300 മീറ്റർ ഉണ്ട്, AB 1.25 മീറ്റർ ഉണ്ട്. 50 ഡിഗ്രി ആംഗിളാണ് സ്ലൈഡർ. ഈ ഒരു സ്ലൈഡർ സർഫസ് ഫ്രിക്ഷൻ 0.07 ആണ്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ജേർണൽസ്, അതായത് ഇവിടെ ഒരു ബെയറിംഗ് ഉണ്ട് അല്ലേ, ഒരു പിൻ ജോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പിൻ ജോയിൻ്റ് ഉണ്ട്, അവിടെയുള്ള ഫ്രിക്ഷൻ 0.4 ആണ്. അപ്പോൾ ആ രണ്ട് പോയിന്റിൽ ഓയിലും എയിലും ബിയിലുള്ള ജേർണൽ റേഡിയസ് എന്തുണ്ട്, ഇവിടെ ഒരു ജേർണൽസ് ഉണ്ട്, അവിടെയുള്ള ഇവിടെയൊക്കെ നമുക്കൊരു ഫ്രിക്ഷൻ സർക്കിൾ വരക്കേണ്ടി വരും. അവിടെയുള്ള റേഡിയസുകൾ 70, 60, 40 mm തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വരക്കാം? അപ്പോൾ നമ്മൾ വരക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസുകളിൽ എങ്ങനെയാണ് ഡയറക്ഷൻസ് വരിക? അപ്പോൾ നമ്മൾ ഫോർത്ത് ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ഫ്രിക്ഷൻ കാണണം. അപ്പോൾ എഫ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. എഫിൻ്റെ ഡയറക്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്, ഡയറക്ഷൻ സെൻസ് ഇതൊക്കെ തന്നിട്ടുണ്ട്. F14ൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. സ്വാഭാവികമായിട്ടും F34 ഷുഡ് ബി അലോങ് എന്താണ് അലോങ് എ ബി ആയിരിക്കും. അല്ലേ, അലോങ് എ ബി തന്നെ ആയിരിക്കും. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F34. അപ്പോൾ F14 F34 കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്കിന് എന്ത് ചെയ്യാം? ഒരു ഫോഴ്സ് ട്രയാങ്കിൾ ആക്കി കളയാം അല്ലേ. അങ്ങനെ ഫോഴ്സ് ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് വരക്കാം? ഇത് F ആണ്, ഇത് F14 ആണ്, ഇത് F34 ആണ്. നിങ്ങളെന്ത് ചെയ്യുക? ഇതിങ്ങനെ വരക്കാം, ഇത് ഇങ്ങനെ വരക്കാം. അപ്പോൾ F34ൻ്റെ സെൻസ് കിട്ടി, F14ൻ്റെ സെൻസ് കിട്ടി, രണ്ടിൻ്റെയും ലൈൻ ഓഫ് ആക്ഷൻ കിട്ടിക്കഴിഞ്ഞു. ലൈൻ ഓഫ് ആക്ഷൻ ചേഞ്ച് ചെയ്യും, കാരണം ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് സെൻസാണ്, സെൻസ് ഓഫ് ആക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത്. യു ഗോട്ട് സെൻസ് ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, സെൻസ് ഈസ് ഒബ്റ്റെയിൻഡ്. ആൻഡ് സിമിലർലി നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക്, അതായത് കണക്റ്റിംഗ് റോഡ് ഉണ്ടല്ലോ, ഇതാണ് എ ബി എന്നുള്ള കണക്റ്റിംഗ് റോഡിൽ F34ൻ്റെ ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞു. F34 ഇങ്ങനെ ആയതുകൊണ്ട് F43 എന്തായിരിക്കും? F43 ഇങ്ങനെ ആയിരിക്കും. F43 അതേപോലെ F23 ഈക്വലാൻഡ് ഓപ്പോസിറ്റ് ഇങ്ങനെ ആയിരിക്കും.
ആക്ച്വലി അത് ആക്ട് ചെയ്യേണ്ടത് എവിടെയാണ്? അറ്റ് ബി ആൻഡ് എ ആണ്. ഷുഡ് ബി ലൈക്ക് ദിസ്. F43, F32, സോറി F23, F23 കിട്ടിക്കഴിഞ്ഞു. F12 ഇങ്ങനെ ആയിരിക്കണം. F12യുടെ സെൻസ് ഇങ്ങനെ ആയിരിക്കണം. ഇതവിടെ വെക്കാം. സോറി F12 അല്ല, നമുക്ക് F23 ഇങ്ങനെ ആയതുകൊണ്ട് F32 എങ്ങനെ ആയിരിക്കും? നിങ്ങൾക്ക് വേറെ തന്നെ. ഇതാണ് OA. അപ്പോൾ F32 ഇങ്ങനെ ആയിരിക്കും. F32 ഇങ്ങനെ ആയിരിക്കുമല്ലോ. ആണെങ്കിൽ F12 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ F12യുടെയും F32യുടെയും F23, F43 ഇതൊക്കെ സെൻസ്, all senses of all the constant forces are known to you. Now keep all these things here. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ ഫ്രിക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഫ്രിക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം, ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എഫ് എന്നുള്ള ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ദ ക്രാങ്ക് വിൽ മൂവ് കൗണ്ടർ ക്ലോക്ക് വൈസ്. സോ ദ ഇംബെൻഡിങ് മോഷൻ OA വിൽ മൂവ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇംബെൻഡിങ് മോഷൻ ഓഫ് OA ഈസ് കൗണ്ടർ ക്ലോക്ക് വൈസ്. അത് ആദ്യമേ ഉറപ്പിക്കുക. ഈ ഒരു പോയിൻ്റ് ആദ്യം ഉറപ്പിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉറപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, OA കൗണ്ടർ ക്ലോക്ക് വൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ OAB ഡിക്രീസസ് അല്ലേ. സോ AB റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് റിലേറ്റീവ് ടു OA. Angle OAB decreases. It means AB rotates clockwise ആയിരിക്കും. അത് OAB കുറയുന്നില്ലേ. അപ്പോൾ AB clockwise with respect to OA, right? With respect to OA, AB clockwise rotating. Similarly, angle OBA എന്താവും? OBA ഇൻക്രീസ് ചെയ്യുക. OBA ഇൻക്രീസ് ചെയ്യുന്ന വെച്ചാൽ AB again rotates clockwise with respect to സ്ലൈഡർ അല്ലെങ്കിൽ പിസ്റ്റൺ, സ്ലൈഡർ അല്ലെങ്കിൽ ലിങ്ക് ഫോർ അല്ലേ. അപ്പോൾ അതും ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ AB എന്നുള്ള ലിങ്ക് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ലിങ്ക് 3 ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഞാൻ ലിങ്ക് 3 ഇങ്ങനെ വരച്ചു. ഞാൻ ആ പോയിന്റിൽ സെൻറ്ററായിട്ട് എടുത്ത് ഞാനൊരു ഫ്രിക്ഷൻ സർക്കിളും വരച്ചു. എത്രയാണ് ഫ്രിക്ഷൻ സർക്കിൾ? മ്യൂ ആർ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം, 2 മ്യൂവും വേറെ 2 ആറും വേറെ വേറെയാണ് വരുന്നത്. അപ്പോൾ ഇത് പോയിന്റ് ബി, ഇത് പോയിന്റ് എ. അപ്പോൾ അറ്റ് എ ഫ്രിക്ഷൻ സർക്കിൾ റേഡിയസ് എന്താണ്? ഫ്രിക്ഷൻ സർക്കിൾ റേഡിയസ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു RA. ദറ്റ് ഈസ് 0.4 ഇൻറ്റു സം 60, 24 mm. Similarly, at B, mu into RB, that is 0.4 into 40, that will be 16 mm. But at O, mu into RO, that is 0.4 into 70, that will be around 28 mm. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ച്, അപ്പോൾ ബി എന്നുള്ള പോയിന്റിൽ വരക്കുന്ന റേഡിയസ് എത്രയായിരിക്കണം? 16 mm ആയിരിക്കണം. എ എന്നുള്ള പോയിന്റിൽ വരക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് 24, ഇത് 60. അത് ശ്രദ്ധിക്കാം. ഇനി ഉണ്ടാക്കേണ്ട, അതായത് F43 ഇത് അവിടെ വായിച്ചു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലിങ്ക് 3യുടെ മുകളിൽ F43യും F23 ആണ് ആക്ട് ചെയ്യുന്നത്. 2 ഫോഴ്സുകൾ എങ്ങനെയായിരിക്കണം?
ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിൽ ഫ്രിക്ഷൻ കപ്പിൾ ഉണ്ടാക്കണം. കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ, അതായത് കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ. ഇപ്പോൾ F43യുടെ സെൻസ് നമുക്ക് ഓൾറെഡി ഇതാ കണ്ടുപിടിച്ച്. F43 ഇങ്ങനെയാണ്. അപ്പോൾ F43 ഇങ്ങനെ ആയതുകൊണ്ട് കൗണ്ടർ ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ കിട്ടണമെങ്കിൽ നമുക്ക് F43 ഈ ഡയറക്ഷനിലല്ല, ഈ ഡയറക്ഷനിലായതുകൊണ്ട് മുകളിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലല്ലേ, സോറി, കോമൺ ടാൻജൻ്റ് ഇങ്ങനെ വെക്കാം അല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ F43യുടെ ഡയറക്ഷൻ ഇങ്ങനെയല്ലേ. F23 ഇങ്ങനെ താഴെ. അപ്പോൾ F23യുടെ ഡയറക്ഷൻ ഇങ്ങനെ. അപ്പോൾ രണ്ടും ഈ ഡയറക്ഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ ഉണ്ടാകും. ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ F43യും F23 ഇങ്ങനെയാണ് വേണ്ടത്. ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് വേണ്ടത്. F43 തന്നെയാണ് ഏത് F34 അപ്പോൾ F34 എന്നുള്ളത് സെൻസ് മാത്രമേ മാറ്റുള്ളൂ. അതേപോലെ F32 എന്നുള്ളതിൻ്റെ സെൻസ് ഓപ്പോസിറ്റാണ്. ലൈൻ ഓഫ് ആക്ഷൻ സെയിമാണ്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഏതെടുക്കാം? ഇനി നമ്മൾ സ്ലൈഡർ എടുക്കാം. നമ്മൾ സ്ലൈഡർ എടുത്തു കഴിഞ്ഞാൽ സ്ലൈഡർ ഇങ്ങനെയുണ്ട്. സ്ലൈഡർ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്ലൈഡറിൻ്റെ പോയിന്റ് ബി അല്ലേ, ഇവിടെ നമ്മളൊരു ഫ്രിക്ഷൻ സർക്കിൾ ബിന്നുള്ള പോയിന്റ് ഒരു ഫ്രിക്ഷൻ സർക്കിൾ വരക്കുക. അതിൻ്റെ ഇതെന്താണ് 16 mm അല്ലേ, 16 mm. ലൈൻ ഓഫ് ആക്ഷൻ എങ്ങനെ വന്നു? ലൈൻ ഓഫ് ആക്ഷൻ ഇങ്ങനെ വന്നു. F34ൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു. F34 ഈ ഡയറക്ഷനാണ് അല്ലേ. ഇനി നമുക്ക് വേണ്ടത് എഫിൻ്റെ ഡയറക്ഷൻ അറിയാം. F14 എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. F14 എന്നുള്ളത് നമുക്ക് ഇതാണ് വെർട്ടിക്കൽ ഡയറക്ഷൻ. F14ൻ്റെ ആക്ട് ചെയ്യുന്ന ആംഗിൾ കാണുമെങ്കിൽ ആദ്യം ഫൈ, ഇത് സ്ലൈഡർ അല്ലേ. സ്ലൈഡറിൻ്റെ കേസിൽ ഫൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ ആണ്. അത് മ്യൂ സ്ലൈഡർ എന്നുള്ളത് ഇറ്റ് വാസ് അറൗണ്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.007. അത് ജേണലിലെ പിൻ ജോയിൻറ്റിൻ്റെ മ്യൂ അല്ല, ഇത് സ്ലൈഡറിൻ്റെ മ്യൂ 0.07 ആയിരുന്നു. ഈ വാല്യൂ ആണ് എടുക്കുന്നത്. ഇതല്ല, ഇത് 0.4 എന്നുള്ളത് പിൻ ജോയിൻ്റ് ആണ്. സ്ലൈഡറിന് 0.07 ആ വാല്യൂ എടുക്കാം. ആ വാല്യൂ എടുത്ത് യു വിൽ ഗെറ്റ് ഇറ്റ് സം 4 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് F14ൻ്റെ ലൈൻ ഓഫ് സെൻസ് നിങ്ങൾക്ക് അറിയാം. F14 ഷുഡ് ബി ലൈക്ക് ഇങ്ങനെയാണ്. F14 മുകളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇത് വെർട്ടിക്കൽ, ഇത് കറക്റ്റ് വെർട്ടിക്കൽ ലൈനാണ്. ഈ വെർട്ടിക്കൽ ലൈൻ ഒന്നിക്കിൽ F14 ഇങ്ങനെ ആയിരിക്കും, ഇത് 4 ഡിഗ്രി, അല്ലെങ്കിൽ F14 ഇങ്ങനെ ആയിരിക്കും 4 ഡിഗ്രി. F14 ഇതിൽ ഏതാണെന്ന് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ഇതാണോ ഇതാണോ? ഒരു 4 ഡിഗ്രി ആംഗിൾ ഇൻക്ലിനേഷൻ, വെർട്ടിക്കലായിട്ട് ഒരു 4 ഡിഗ്രി ഇൻക്ലിനേഷനിൽ F14 വരച്ചാൽ മതി. സെൻസ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, മുകളിലേക്കാണ്, താഴേക്കല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കാം? സപ്പോസ് ഫ്രിക്ഷൻ, നമ്മളെ മൂവ്മെൻറ്റ്, സ്ലൈഡറിൻ്റെ മൂവ്മെൻറ്റ് ലെഫ്റ്റിലേക്കല്ലേ. നോക്കുക, ഇവിടെ OA കൗണ്ടർ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് സ്ലൈഡർ മൂവ്സ് ലെഫ്റ്റ് വേർഡ്സ്. സോ ഫ്രിക്ഷൻ ഷുഡ് ആക്ട് റൈറ്റ് വേർഡ്സ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടാണെങ്കിൽ യു ഷുഡ് സെലക്ട് ദിസ് വൺ.
കാരണം ഇതാണ് റൈറ്റിലേക്കൊരു ഒരു റിസൾട്ടൻ്റ് ഫ്രിക്ഷൻ തരിക. ഇത് ലെഫ്റ്റിലേക്കല്ല കൊണ്ട് നമുക്ക് റൈറ്റിലേക്കാണ്. അപ്പം ഞാൻ 4 എന്നുള്ള ലിങ്കിൻ്റെ കേസ് വരച്ച് കഴിഞ്ഞാൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് നമുക്ക് കംപ്ലീറ്റ് അറിയുന്നത് എഫ് എന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് നോൺ ആണ്. ഓക്കെ, എഫിൻ്റെ ഹെഡിൽ കൂടെ ഞാൻ F34 വരച്ചു. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F14 കിട്ടി. ഓക്കെ, ഇതാണ് F14, ഇതാണ് F34. അപ്പോൾ F34 കിട്ടി, F14 കിട്ടി. ഇനി നമുക്ക് F34ൻ്റെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ F34 യൂസ് ചെയ്തിട്ട് ഇവിടെ നോക്കാം. കണ്ടോ, F34-നായിരിക്കും F43, F43-നായിരിക്കും F23, F23-നായിരിക്കും F32. അപ്പോൾ F32യുടെ വാല്യൂ കിട്ടി, F32യുടെ ഡയറക്ഷനും കിട്ടി. ഇതാണ് ഡയറക്ഷൻ, ലൈൻ ഓഫ് ആക്ഷൻ, സെൻസ് എല്ലാം കിട്ടി. ഇനി നിങ്ങൾ OA എന്നുള്ള ലിങ്ക് എടുക്കാം. OA എന്നുള്ള ലിങ്ക് ഫ്രിക്ഷൻ സർക്കിൾ വരക്കാം. ഓടെ സർക്കിളിൻ്റെ റേഡിയസ് ഇറ്റ് വാസ് 28. ഇത് 28. എയുടെ സർക്കിളിൻ്റെ റേഡിയസ് 24 ആയിരുന്നു. ഓർമ്മിച്ച് നോക്കാം. 28. ഇനി നിങ്ങൾക്കറിയാം F32 ഈസ് ആക്ടിങ് ലൈക്ക് ദിസ്. ലൈൻ ഓഫ് ആക്ഷൻ അറിയാം. അപ്പോൾ നമുക്ക് F12 എങ്ങനെ ആയിരിക്കണം? F12 ഈ ഒരു പർട്ടിക്കുലർ സർക്കിളിന് ടാൻജൻ്റായിട്ട് പോകണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇവിടെ ടോർക്കല്ലേ ഉള്ളൂ. ഈ ടോർക്ക് T ഇങ്ങോട്ടാണോ അറിയില്ല. അതാണ് ടോർക്കാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ടോർക്ക് ഇതൊരു 1 ടോർക്ക് 2 ഫോഴ്സ് മെമ്പറല്ലേ. അപ്പോൾ അത് ഈ 2 ഫോഴ്സ് F32 F12 ഈക്വൽ ഓപ്പോസിറ്റ് പാരലൽ ആയിരിക്കണം അല്ലേ? ഈക്വൽ ഓപ്പോസിറ്റ് പാരലൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കേസ് പോസിബിളാണ്. ഇതിന് പാരലായിട്ട് നമുക്ക് F32-ന് പാരലലും സർക്കിളിന് ടാൻജൻ്റായിട്ടും ഇങ്ങനെയും വരക്കാം, ഇങ്ങനെയും താഴെ കൂടെയും വരക്കാം. രണ്ടും പാരലൽ ടാൻജൻ്റായിരിക്കും. സെൻസ് ഇങ്ങനെയാണ്. സെൻസ് ഓപ്പോസിറ്റാണ്. ഈ ഒരു സെൻസാണ് നമുക്ക് അറിയാൻ ചെയ്യാം. ഇതിലേതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണമെങ്കിൽ OA ഈസ് സപ്പോസ് ടു റൊട്ടേറ്റ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഉണ്ടാക്കുന്ന ഫ്രിക്ഷൻ കപ്പിൾ F12 ഷുഡ് പ്രൊഡ്യൂസ് ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ ഉണ്ടാക്കുന്നത് ഏതായിരിക്കും? ഇതായിരിക്കൂലേ, മുകളിൽ കൂടെയിലേക്ക്. ഇത് ആൻറ്റി ക്ലോക്ക് വൈസാണ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് മായ്ച്ചാളാം. ഓക്കെ, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഫ്രിക്ഷൻ കപ്പിൾ കിട്ടാൻ F12യുടെ ലൈൻ ഓഫ് ആക്ഷൻ ഇതാണ്. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? നമുക്കെങ്ങനെ ടോർക്ക് കിട്ടുക? ടോർക്ക് ഈക്വൽ ടു ഐദർ F32 × H ഓർ F12 × H. അപ്പോൾ F32യുടെയും F12യുടെയും വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇറ്റ് വിൽ ബി അറൗണ്ട് സം 22,200 ഇങ്ങനെയാണ് ന്യൂട്ടണാണ് വാല്യൂ വരുന്നത്. ഇനി H കിട്ടണം. H എങ്ങനെ കിട്ടും? H എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ 2 ലൈനിൻ്റെയും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതാണ് H. F32യുടെ ലൈൻ ഓഫ് ആക്ഷനും F12 ലൈൻ ഓഫ് ആക്ഷനും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നോക്കാം, H. അപ്പോൾ Hൻ്റെ വാല്യൂ യു വിൽ ഒബ്റ്റെയിൻ ആസ് സം 0.202 മീറ്റർ അല്ലെങ്കിൽ 202 മില്ലിമീറ്റർ കിട്ടും. അപ്പോൾ ടോർക്ക് ഈക്വൽ ടു സം 2200 × 0.202 ഇറ്റ് വിൽ ബി 4484 ന്യൂട്ടൺ മീറ്റർ. എങ്ങനെയായിരിക്കണം?
ക്ലോക്ക് വൈസ് ആയിരിക്കും. കാരണം മോഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, കപ്പിള് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, അപ്പോൾ ക്ലോക്ക് വൈസ് ആയിരിക്കണം നിങ്ങൾക്ക് എന്തിട്ടുണ്ട് ടോർക്ക്. So this is how you solve this, a problem for side crank mechanism in which friction is present. Okay, so thank you.